ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ ഒരു ഫാമിലാണ് വന്നിരിക്കുന്നത്. ഫാം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പംകിൻസ് ഉണ്ട്, സ്ക്വാഷ് ഉണ്ട്. പിന്നെ ഇത് മെയിൻലി ഇപ്പം സീസൺ ഉള്ളത് ആപ്പിൾ പിക്കിന് വേണ്ടിയിട്ടാണ്. ഞാനപ്പം ആദ്യമേ വെബ്സൈറ്റ് നോക്കിയപ്പോൾ ഇവരുടെ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രോബെറി ഉണ്ടായിരുന്നു, റാസ്ബെറി ഉണ്ടായിരുന്നു, ആപ്പിൾ ഉണ്ടായിരുന്നു. അപ്പം ഇപ്പം ഈ സ്ട്രോബെറിയുടെ ഒക്കെ സീസൺ കഴിഞ്ഞിട്ട് നിൽക്കുമല്ലേ, അതുകൊണ്ട് മേ ബി ദിവസമായിട്ടാണെങ്കിൽ നമുക്ക് അടുത്ത വർഷം വരാം. അപ്പോൾ ഇപ്പം ഇവിടെ ആപ്പിൾ പിക്കിങ്ങിന് വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ്. ഞാൻ ആപ്പിളൊന്നും പിക്ക് ചെയ്യുന്നില്ല, എനിക്ക് ആവശ്യത്തിലധികം ആപ്പിൾ ഫ്രിഡ്ജിലിരിപ്പുണ്ട്. എനിക്ക് ആപ്പിൾ വലിയ താല്പര്യവുമില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഇവിടെ എല്ലാം ഒന്ന് കാണാം. പിന്നെ ഇവിടെ എൻട്രി ഫീസ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ $12 ആണ് പെർ പേഴ്സൺ. നമ്മൾ ആ എൻട്രി എടുക്കുന്നതിനോടൊപ്പം തന്നെ നമുക്കൊരു ഫ്രീ പംകിനും ഫ്രീ സ്ക്വാഷും നമുക്ക് കിട്ടും. അതിന് സെപ്പറേറ്റ് പൈസ ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറയുന്നത് എത്രത്തോളം ക്ലിയർ ആവുന്നുണ്ട് എന്ന് എനിക്കറിയത്തില്ല, കാരണം നല്ല കാറ്റടിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിവിടെ നിൽക്കുകയാണ്. ഇവിടെ ഷീപ്പൊക്കെ ഉണ്ടായിരുന്നു, 2 ഷീപ്പ് ഉണ്ടായിരുന്നു, പക്ഷെ അത് അങ്ങോട്ട് പോയി. ഇത്ര നേരം ഇവിടെ നിൽക്കുമായിരുന്നു. അപ്പോൾ നമ്മളിവിടെ നിൽക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രാക്ടർ ആ വരുന്ന വണ്ടി ഉണ്ടല്ലോ, ആ വരുന്ന വണ്ടിയും കാത്ത് നിൽക്കുമായിരുന്നു. അതിലാണ് ഇനി നമ്മൾ പോകുന്നത്. ഇതിനൊന്നും സെപ്പറേറ്റ് ഒന്നും പൈസ കൊടുക്കണ്ട. നമ്മൾ $12 കൊടുത്ത് അകത്ത് കയറി കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ആപ്പിളൊക്കെ പിക്ക് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഓരോ ബാഗിൻ്റെ സൈസ് അനുസരിച്ചാണ് നമ്മൾ പൈസ കൊടുക്കേണ്ടത്. ഒരെണ്ണത്തിന് എന്തോ $35, പിന്നെ അങ്ങനെ ഒരെണ്ണത്തിന് $20 അങ്ങനെ എന്തോ ആണ്. അപ്പം അത് കണ്ടോ ട്രാക്ടറിൽ ആൾക്കാർ വരുന്നത്. നമ്മൾ ട്രാക്ടർ കയറാൻ പോവാണ്. അപ്പോൾ ഇതിനകത്ത് നല്ല വെയിലുണ്ട്, തൊപ്പിയൊക്കെ എടുത്തത് ഭാഗ്യം. അപ്പം നമ്മളെ ഇപ്പം എനിക്ക് തോന്നുന്നു കൊണ്ടുപോകുന്നത് മറ്റേ മെലനും അതുപോലെ തന്നെ ഈ സ്ക്വാഷും പറിക്കുന്നിടത്തോട്ടാണെന്ന് തോന്നുന്നു. അവിടെ ചെന്ന് കഴിഞ്ഞാൽ പെർ പേഴ്സൺ നമുക്ക് ഒരു മെലനും ഒരു സ്ക്വാഷും നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും, പൈസ ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ അത് ഫ്രീ ആയിരിക്കും. ഇത് കണ്ടോ, ഇങ്ങനെ ഇതിവിടാണ് എല്ലാവരും ഇരിക്കുന്നത്. അപ്പം ഞാനും ഇരുന്നു. അപ്പം ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ ഓരോന്നൊക്കെ കാണിച്ചു തരാം. നല്ല രസമുണ്ട്. ഇപ്പം ഈ ഒരു റൈഡിലേക്കൊന്നും അധികം ആൾക്കാർ കയറിയിട്ടില്ല, പക്ഷെ ഇങ്ങോട്ട് വന്നപ്പോൾ കുറേ പേരുമായിട്ടായിരുന്നു വന്നത്. അപ്പം നല്ല വെയിലുണ്ട്. ഇപ്പോൾ ഒരിഞ്ഞ വെയിലത്താണ്. ഈ ട്രാക്ടറിന് വല്ല കവറിങ് ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നേനെ. അപ്പം ഞാൻ വിചാരിച്ചു 12. അപ്പം ഞാനിപ്പോൾ കയറിയിരിക്കുന്നത് $12 ടിക്കറ്റ് എടുത്തു. ഞാൻ പ്ലക്ക് ചെയ്യാനായിട്ട് ബാഗൊന്നും എടുത്തില്ല. ബാഗ് മേടിച്ചില്ല, വെറുതെ ഇനി അതിനും കൂടെ പൈസ കളയണ്ടാവും. ഓൾറെഡി നമുക്ക് ആപ്പിൾ ഇരിപ്പുണ്ട്. അപ്പം അതിന് വെറുതെ പൈസ കളയണ്ടല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ എടുത്തില്ല. അപ്പം നമുക്ക് ഫ്രീ മെലനും ഫ്രീ സ്ക്വാഷും കിട്ടും. പിന്നെ ഇവിടെ എല്ലാം ഓടി നടന്ന് കാണാം. അപ്പോൾ എനിക്ക് തോന്നുന്നു നമുക്ക് ബാഗിൻ്റെ അകത്ത് ഇട്ടുകൊണ്ട് വരാതെ അവിടെ നിന്ന് വേണമെങ്കിൽ ഒരു ആപ്പിളൊക്കെ പറിച്ച് തിന്നാമെന്ന് തോന്നുന്നു, അറിയത്തില്ല. അപ്പം നമുക്ക് അങ്ങോട്ട് പോകുമ്പോൾ ഓരോന്ന് കാണാം. അപ്പോൾ നമ്മൾ മൂവ് ആയി തുടങ്ങി. നിങ്ങൾ ആ സൈഡ് കാണുന്നില്ലേ, ആ സൈഡിൽ കാണുന്ന കുഞ്ഞു കുഞ്ഞു മരങ്ങൾ, ഞാൻ വിചാരിച്ച ആപ്പിളിൻ്റെ എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ മറ്റേ വലിയ മുട്ടങ്ങോട്ടം മരമാണെന്ന്. ഇതുണ്ട്, ഇത് കുഞ്ഞു നമുക്ക് കൈ എത്തി പറിക്കാവുന്നതേ ഉള്ളൂ. കൈ എത്തുപോലും വേണ്ട, അങ്ങനെ പറിക്കാവുന്ന സംഭവങ്ങളാണ്. അത്രേ ഉള്ളൂ നീളം. ഇത് ഫുൾ ആപ്പിളാണ്. അപ്പോൾ ആദ്യമേ ഞാൻ വിചാരിച്ച് കുറച്ച് ഗ്രീൻ ആപ്പിൾ വല്ലതും പറിച്ചിട്ട് വല്ല അച്ചാറും വല്ലതും ഇടാം. കാരണം ഇപ്പം ഞാൻ യൂട്യൂബ് തുറക്കുമ്പോൾ മിക്കവാറും ഈ ഗ്രീൻ ആപ്പിളും കൊണ്ടുള്ള അച്ചാർ അങ്ങനെയൊക്കെ ഓരോന്ന് കാണും. ഞാൻ ആദ്യമേ വിചാരിച്ചൊന്ന് പരീക്ഷിച്ച് നോക്കാമെന്ന്. പിന്നെ വിചാരിച്ചു വേണ്ട, വെറുതെ എന്തിനാ. ഇപ്പം നമ്മൾ അത്രയും ഭാഗത്ത് ആപ്പിൾ കണ്ടില്ല. ഇനി നമ്മൾ പോകുന്നത് സൺഫ്ലവറിൻ്റെ അങ്ങോട്ടാണ്. അപ്പോൾ ഇതിത്രയും അങ്ങോട്ടുണ്ട്. അപ്പം നമ്മളിനി തിരിച്ചു വരുമ്പോൾ അതും കാണാൻ പറ്റും. നിങ്ങൾ ആ കാണുന്നുണ്ടല്ലോ, അതാണ് സൺഫ്ലവറിൻ്റെ അത് നമുക്ക് എടുക്കാൻ പറ്റും. ഇത് കാട് പിടിച്ച് കിടക്കുകയാണ്. നമ്മൾ അങ്ങൂന്ന് വന്നു. ഇത് ഫുൾ ആപ്പിളാണ്, നിറച്ച് ആപ്പിൾ നിൽപ്പുണ്ട്. എല്ലാം പച്ചയായിട്ട് നിൽക്കുക. ഇതാ കണ്ടോ, എല്ലാവരും സഞ്ചിക്കകത്ത് ആപ്പിളൊക്കെ പറിക്കൊണ്ട് പോകുന്നു. നല്ല മുട്ട ആപ്പിളാണെന്ന് തോന്നുന്നു. ഇതാ കണ്ടോ, അതിനകത്ത് ഇല കുറവും ആപ്പിൾ കൂടുതലുമാണ്. അത് നിങ്ങൾക്ക് എനിക്കൊന്ന് വീഡിയോയ്ക്കകത്തോടെ അങ്ങനെ കാണാൻ പറ്റത്തില്ല. ഞാൻ അടുത്തോട്ട് ചെല്ലുമ്പോൾ കാണിച്ചു തരാം. ഫുൾ ആപ്പിളാണ്. ഇതാ ഇവിടെ കുറേ പേരിരുന്ന് തിന്നുവാണെന്ന് തോന്നുന്നു. ഇവിടെ കുറേ പേര് റെസ്റ്റ് എടുക്കാനൊക്കെ ഇരിപ്പുണ്ട്. ഇവരും ഇനിയും നമ്മുടെ കൂടെ ഇതിൽ കയറും. ഇതിൽ കയറിയിട്ട് എനിക്കൊന്ന് ഇവരെയും കൊണ്ടുപോകും. ഈ പിള്ളേരുടെയിലൊക്കെ ഇരിക്കുന്ന സംഭവങ്ങളില്ല, ഇതെല്ലാം നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ്. അല്ല, നമ്മളിനി ഇവിടെ ഇറങ്ങുമോ? അപ്പം നമ്മൾക്ക് ഇവിടെ ഇറങ്ങാം. നമുക്കിവിടെ ഇറങ്ങിയിട്ട് മെലനും ഇതൊക്കെ സൺഫ്ലവറൊക്കെയാണ്.
അപ്പം മെലണും നമുക്ക് ഫ്രീ ആണ്, അതുപോലെ സ്ക്വാഷും നമുക്ക് ഫ്രീ ആണ് പെർ ടിക്കറ്റ് വെച്ചിട്ട്. അതൊക്കെ കണ്ടോ, സൺഫ്ലവർ ഞാൻ ഇത്ര അടുത്ത് ഞാൻ ഇതുവരെയായിട്ടും കണ്ടിട്ടില്ല. എന്താ ഇതൊക്കെയാണ് സൺഫ്ലവർ എല്ലാം. ഇതും നമുക്ക് പറിക്കാം, പക്ഷേ ഇത് പറിച്ചിട്ട് നമുക്ക് വലിയ കാര്യമില്ല. ഇത് കണ്ടോ, ഞാൻ കണ്ടിട്ടുണ്ട് ഈ സൺഫ്ലവറിൻ്റെ ഈ സാധനം എടുത്ത് ഇങ്ങനെ അടിച്ച് അതിനകത്തുനിന്ന് സീഡൊക്കെ വെളിയിലെടുക്കുന്നത്. എന്തിനാണെന്ന് എനിക്കറിയത്തില്ല. ഇത് ഫുള്ള് സൺഫ്ലവറാണ്, പക്ഷെ എല്ലാ പൂവും ഇങ്ങനെ ഇതായിപ്പോയി. ഇതിപ്പോൾ ഇച്ചിരി പൂവേ ഉള്ളൂ. കുറേ മെലൺ അങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഈ മെലൺ നമുക്ക് പെർ പേഴ്സൺ ഒരു മെലണും, ഇത് ഇവിടെയൊക്കെ മെലണാണ് കണ്ടോ, ഇവിടുന്ന് നമുക്ക് പറിക്കാം. മെലനും പറിക്കാം, സ്ക്വാഷും പറിക്കാം. അപ്പം നമുക്ക് ഓടി നടന്ന് നമുക്ക് ഉള്ള മെലൺ ഏതാന്ന് നോക്കി ഓരോന്ന് പറിക്കാം. നമുക്ക് ഒത്തിരി വലുത് പറിക്കാനും പറ്റത്തില്ല, കാരണം ഇത് എടുത്തോണ്ട് വേണ്ടേ പോവാൻ ഇനി. അപ്പം നമുക്ക് മെലൺ നോക്കാം. വലിയത് നോക്കി പറിക്കും, പക്ഷെ പിന്നെ പൊക്കിക്കൊണ്ട് പോകാൻ പറ്റത്തില്ല. അപ്പം ഞാൻ തേണ്ട പറിച്ചത് കണ്ടോ, ഈ സൈഡിലിരിക്കുന്ന എല്ലാം ഇതാണ്, മണ്ണാണ്. ഇത് നമുക്ക് ഇത് കളയണം. എൻ്റെ ഷൂവിൻ്റെ കോലം കണ്ടു കഴിഞ്ഞാൽ ഞാനില്ലേ മറ്റേ ചാണകത്തിൻ്റെ ചവിട്ടിയിട്ട് നടക്കുന്നുണ്ട്. ഇവിടെ നിറച്ചുണ്ട് ഈ പംകിൻസ്. അതുപോലെ ഈ സൺഫ്ലവറിൻ്റെ സീഡ്സ് ആവശ്യമുള്ളവർക്ക് അതും വേണമെങ്കിൽ പറിച്ചുകൊണ്ട് പോകാം. പക്ഷെ നമ്മൾ സൺഫ്ലവർ സീഡ്സ് അങ്ങനെ ഉപയോഗിക്കാറില്ലല്ലോ, അതുകൊണ്ട് നമ്മളത് പറിക്കാം. അപ്പം എനിക്ക് തോന്നുന്നു ഈ സംഭവം എല്ലാ സീസണും, ഇതിപ്പം ഇവിടെ ഫോൾ ആകാൻ പോവല്ലേ, അപ്പം ഈ ഹാലോവീനും കാര്യങ്ങളും ഒക്കെ ഈ മെയിൻലി ഡെക്കറേഷനൊക്കെ ഉപയോഗിക്കുന്ന ഈ സംഭവം പംകിനാണ്. അപ്പം ഇന്ന് മുതൽ പംകിൻ തോരൻ, പംകിൻ കറി, പംകിൻ സൂപ്പ്. ഇനി എനിക്ക് തോന്നുന്നു ഇവിടെ വരുമ്പോൾ ഇല്ല ഗ്രോസറി കാർട്ട് കൊണ്ട് വേണോ തോന്നുന്നു വരാൻ. ഞാൻ ഏറ്റവും ചെറിയ പംകിൻ നോക്കിയാ പറിച്ചത്, പക്ഷേ ഇവിടെ നോക്കിക്കോ പംകിൻസിൻ്റെ ഒക്കെ വലിപ്പം നോക്കിക്കോ. ഇതൊക്കെ ഇത് മത്തങ്ങയുടെ അത്രയും വലിപ്പമുണ്ട്. ഇതൊക്കെ എങ്ങനെ പൊക്കിക്കൊണ്ട് പോകുന്നു? എനിക്കത് കുറേ പേരിങ്ങനെ വലുതൊക്കെ പറിക്കാൻ നോക്കിയിട്ട് അവർക്ക് ക്യാരി ചെയ്യാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് അവരവിടെ ഇട്ടേച്ച് പോവും. അപ്പം വെറുതെ പറിച്ചിട്ട് ഇങ്ങനെ റോഡ് ഇങ്ങനെ ഇട്ടിട്ട് പോവാം. പക്ഷെ എനിക്ക് തോന്നുന്നത് പിന്നെ അവർ വല്ലതും വിൽക്കാൻ വല്ലതും എടുക്കുമായിരിക്കും. ഇപ്പം നമ്മൾ അടുത്തത് സ്ക്വാഷ് പറിക്കാൻ പോവാണ്. ഞാൻ ചെറുത് നോക്കിയാൽ പറഞ്ഞത് ഇതാണ് സ്ക്വാഷ് വരുന്നത്. ഇതാണ് സംഭവം സ്ക്വാഷ്. നമുക്കിത് എനിക്കറിയത്തില്ല ഇത് എന്തിനൊക്കെ ഉപയോഗിക്കുന്നതെന്ന് പോലും. അവിടെ കിടപ്പുണ്ട്. ഇതിലെ ഞാനീ കൃഷി സ്ഥലത്തും നിങ്ങൾ പറിക്കാം. നല്ല രസമായിട്ടൊക്കെ പറിക്കാം. പക്ഷേ നോക്കിയെടുക്കണം ഇത് എന്തിനാ ഉപയോഗിക്കുന്നതെന്ന് അറിഞ്ഞാൽ അതുകൊണ്ട് പറിക്കുന്നതും കൊണ്ട് എന്തെങ്കിലും ഒരു ഇത് കണ്ടേ. ഇന്നിനി പോയിട്ട് യൂട്യൂബ് നോക്കിയിട്ട് വേണം എന്തിനാണ് എന്നറിയാം. അപ്പം ഇതിനി പൊട്ടാണോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയത്തില്ല. ഇതും പൊട്ടാണ്, കാരണം ഇതിൻ്റെയൊക്കെ വലുതാണ് ബാക്കിയൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ എനിക്ക് ചെറുത്, കാരണം നമുക്ക് കൊണ്ടുപോകാനാണെങ്കിലും എളുപ്പമല്ലേ ചെറുത്. അപ്പോൾ നമുക്ക് ഇത് പറിക്കാം. പിടിക്കുന്ന രീതിയിൽ വേണം എടുക്കാൻ. കൈയൊന്നും കഴുകാതിനി എങ്ങും പിടിക്കാൻ പറ്റത്തില്ല. ഇതാണ് സ്ക്വാഷ് ഗാർഡ്. ഓക്കെ, അപ്പം നമ്മൾ കുറച്ച് പംകിനും സ്ക്വാഷും ഒക്കെ പ്ലക്ക് ചെയ്തു. പ്ലക്ക് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇവിടെ ഒരു ടിക്കറ്റിന് ഒരു സ്ക്വാഷും ഒരു മെലനും എന്തായാലും ഫ്രീ ആണ്. അപ്പോൾ അതിന് നമ്മൾ പൈസ ഒന്നും കൊടുക്കണ്ട. അതല്ലാതെ എക്സ്ട്രാ ഇപ്പം 3 പംകിൻ അല്ലെങ്കിൽ 3 സ്ക്വാഷൊക്കെ അങ്ങനെയൊക്കെ എടുക്കുവാണെങ്കിൽ $10 വീതം കൊടുക്കണം. അപ്പം ഞാൻ ഇങ്ങനെ കുറേ പേര് ഇങ്ങനെ പറിച്ച്, എനിക്കൊന്ന് ഇത് എടുക്കാൻ പറ്റാതെ വെയിറ്റ് ആയതുകൊണ്ട് ചിലപ്പോൾ ഇങ്ങനെ വെച്ചിട്ട് പോകുന്നതായിരിക്കും. അങ്ങനെ ആ ഫാമിൽ തന്നെ കുറേ അങ്ങനെ വെച്ചിട്ട് പോയിട്ടുണ്ട്. നമ്മുടെ ഈ സൈഡിൽ കാണുന്ന എല്ലാം ആപ്പിളാണേ. അപ്പം അങ്ങോട്ട് പോകുമ്പോൾ നമ്മൾക്ക് കാണിച്ചു തരാം. ഇനിയിപ്പം നമ്മളിവിടെ വെയിറ്റ് ചെയ്യാം. ഇനിയിപ്പോൾ ട്രാക്ടർ വരും. അപ്പം ഇനി അതിൽ ഇപ്പം ഓരോ സ്റ്റോപ്പായിട്ട്, അപ്പോൾ ആദ്യത്തെ സ്റ്റോപ്പിലായിരുന്നു പംകിന്, സ്ക്വാഷ്, സൺഫ്ലവറൊക്കെ ഉണ്ട്. ഇപ്പം ഈ നമ്മൾ ഈ ഇറങ്ങിയ ഇടത്ത് പക്ഷേ ഞാനിപ്പോൾ അങ്ങോട്ടുള്ളിടത്ത് സൺഫ്ലവർ കാണാൻ പറ്റും. ഞാൻ കാണിച്ചു തരാം. കണ്ട
അവിടെ ഇഷ്ടത്തിന് നിൽപ്പുണ്ട് സൺഫ്ലവറൊക്കെ. അപ്പം നമുക്ക് അങ്ങോട്ട് എന്തായാലും ട്രാക്ടർ വരുമ്പോൾ പോകാം, അല്ലെങ്കിൽ നല്ല വെയിലാണ്. ഈ വെയിലത്തോടെ നടന്ന് കൂടെ എക്സോസ്റ്റഡ് ആയി പോകും. നമുക്ക് വെയിറ്റ് ചെയ്യാം ട്രാക്ടറിനെ എപ്പം വരുമോ എന്തോ. ഞാനൊരു കുപ്പി വെള്ളമൊക്കെ എടുത്തിട്ടുണ്ട്. ഈ വേറെ കവറോ കാര്യങ്ങളോ ബാഗോ ഒന്നുമില്ല കയ്യിൽ. അപ്പം ഈ കുപ്പിയും അതുപോലെ തന്നെ ഒരു കയ്യിൽ പംകിനും ഒരു കയ്യിൽ സ്ക്വാഷും ഒക്കെ ആയിട്ട് നടക്കാൻ എന്തൊരു ബുദ്ധിമുട്ടാണെന്നറിയാം. അപ്പം നിങ്ങൾ വിചാരിക്കും പിന്നെ എന്തിനാ ഇതൊക്കെ പറിക്കാൻ പോയെന്ന്. പിന്നെ പൈസ കൊടുത്ത് കയറുന്നില്ല, എന്തെങ്കിലും മുതലാക്കണ്ടേ. അപ്പം നമുക്കിവിടെ ട്രാക്ടറിനെ വെയിറ്റ് ചെയ്യാം. നമ്മുടെ ഈ സൈഡിലുള്ളതെല്ലാം നല്ല വലിയ വലിയ ആപ്പിളാണ്. പിന്നെ ഇത് കണ്ടോ, ഇത് ഇത്രയും പൊക്കമേ ഉള്ളൂ. ഇത്രയും പൊക്കത്തിൽ തന്നെ എനിക്കൊന്ന് ഇത് വല്ലതും ബ്രീഡ് ചെയ്ത് അങ്ങനെ വല്ലതും നിർത്തിയേക്കുന്നതാണോ എന്ന് എനിക്കറിയത്തില്ല. അപ്പം ഇത് ഇച്ചിരി പൊക്കേ ഉള്ളൂ, പക്ഷെ വലിയ ആപ്പിളാണ്. പക്ഷേ നമ്മൾ ആ സൺഫ്ലവറിൻ്റെ അവിടെയൊക്കെ പോയപ്പം വലിയ മരമാണ്. പക്ഷേ അവിടെ നിന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞു കുഞ്ഞു ആപ്പിൾ കുറേ ഇങ്ങനെ താഴെ വീണ് കിടക്കുന്നുണ്ട്. അപ്പം കണ്ട് അവിടെ നമ്മുടെ ട്രാക്ടർ വരുന്നുണ്ട്. ഇതാണ് അപ്പം നമ്മൾ പഠിച്ച സാധനം. അപ്പം ഇതെല്ലാം കൊണ്ട് ഇനി അത് കയറണം. കയറി ഈ പംകിനൊക്കെ ഞാൻ തലേ വെച്ചോണ്ട് പോകേണ്ട വരും. വരുന്നുണ്ട്. നമുക്ക് ചാടി കയറി ഇരിക്കാം. എൻ്റെ ദൈവമേ, ഇപ്പോഴേ അതിൽ ആൾക്കാരുണ്ട്. ഇതാണ് ആപ്പിൾ മരങ്ങൾ. അപ്പം നമ്മൾ ഇത് പറിച്ച് ഞാൻ പറഞ്ഞല്ലേ, ഇത് എനിക്ക് തോന്നുന്നു ഞങ്ങൾ ട്രാക്ടറെ വന്ന സമയത്ത് ഞങ്ങളുടെ കയ്യിലാണ് തോന്നുന്നു ഏറ്റവും ചെറിയ മെലൻ. പക്ഷെ നമുക്ക് പൊക്കിക്കൊണ്ട് നടക്കണ്ടേ. അല്ലെങ്കിൽ ഇനി അടുത്ത തവണ എന്തായാലും ഞാൻ സ്ട്രോബെറി പ്ലക്കിങ്ങിന് എന്തായാലും വരും. ആ സമയത്ത് ഗ്രോസറി കാർട്ടും ഒക്കെ ആയിട്ട് വരാം. അത് കണ്ടോ താഴെയൊക്കെ ആപ്പിൾ, നമ്മുടെ നാട്ടിലൊക്കെ ഇല്ല മാങ്ങയൊക്കെ വീണ് കിടക്കുന്നതിൻ്റെ കൂട്ട്. ഇവിടെ ഇതെല്ലാം ആപ്പിൾ വീണ്. അപ്പം നമുക്ക് അങ്ങോട്ട് പോകുമ്പോൾ നോക്കാം പറിക്കാനുണ്ടെങ്കിൽ എന്തെങ്കിലും പറിച്ച് നമ്മൾ കൊണ്ടുപോകുന്നില്ല. ഇവിടെ വെച്ചെല്ലാം എങ്ങനെ ഉണ്ട്, ഓർഗാനിക് ആണ് ഫുള്ള്. അപ്പം കഴിച്ചെങ്ങനെ ഉണ്ട് എന്ന് നോക്കാം. നല്ലതാണെന്നുണ്ടെങ്കിൽ അടുത്ത തവണ വരുമ്പോൾ നമുക്ക് പറയാം. അപ്പോൾ നമ്മൾ ആപ്പിൾ പിക്ക് ചെയ്യണമെന്നേ വിചാരിച്ച് വന്നതല്ല. പക്ഷെ ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ ഒരെണ്ണം പിക്ക് ചെയ്ത് കഴിച്ച് നോക്കി. അപ്പം ഒടുക്കലത്തെ ടേസ്റ്റ്, സൂപ്പർ. ഇതിനെന്തോ ഈ സ്പീഷീസിന് എന്തോ വേറെ പേരാണ് പറയുന്നത്, ജിഞ്ചർ ആപ്പിൾ. അത് ഞാൻ എന്തായാലും ഇറങ്ങുന്ന സമയത്ത് അവിടെ നോക്കിയിട്ട് ഞാൻ പറയാം. ഇതാ ഇപ്പോൾ ഇത്ര ആക്കിയിട്ടുണ്ട്. ഇതിപ്പോൾ നമുക്ക് ഈ ഒരു ബാഗിനാണ് നമുക്ക് $20. അപ്പം നമ്മൾ വിചാരിച്ചു $20 നമ്മൾ മറ്റേ സൂപ്പർ മാർക്കറ്റിലൊക്കെ പോവുകയാണെങ്കിൽ ഇഷ്ടത്തിന് സാധനം ആപ്പിളാണെങ്കിൽ മേടിച്ചാൽ കിട്ടും. പക്ഷെ നമ്മളിത് കഴിച്ച് നോക്കിയപ്പോൾ വേറൊരു പ്രത്യേക ഒരു ടേസ്റ്റ്. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ടപ്പോൾ വിചാരിച്ചു ഓക്കെ എന്നാൽ പറിക്കാം. ഇത് ഗ്രീൻ ആപ്പിൾ സെക്ഷനാണ്. പിന്നെ അങ്ങോട്ട് വരുന്ന സമയത്ത് റെഡ്. ഇതിത്രയും നമ്മൾ പറിച്ചതാണ്. നല്ല സൂപ്പർ ടേസ്റ്റാണ്. ഇതൊക്കെ കണ്ടോ നിൽക്കുന്നത്, കൊലയായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ നമുക്കിത് ഫുള്ള് കവർ ചെയ്യുന്ന രീതിയിലാക്കിയിട്ട് നമുക്ക് പറിച്ചോണം പോവാം. നമ്മുടെ മെലനും സ്ക്വാഷ് ഗാർഡും ഒക്കെ അവിടെ വെച്ചിട്ടുണ്ട്. കാരണം എല്ലാം കൂടി എടുത്തോണ്ട് പോകാൻ പറ്റത്തില്ല. നമുക്കിത് നിറച്ചിട്ട് വീട്ടിൽ പോകാം. പുറകെ കാണുന്നില്ലേ, അതായിരുന്നു നമ്മൾ പോയ ഫാം. സോ ഇപ്പം ഞാൻ പറഞ്ഞില്ലായിരുന്നോ നമ്മുടെ ആപ്പിളിൻ്റെ പേരെന്തുവാണെന്നുള്ളത്. ആപ്പിളിൻ്റെ പേര് ജിഞ്ചർ ഗോൾഡ് ആപ്പിൾ എന്നാണ്. അതാ ഞങ്ങൾ കഴിച്ചു നോക്കിയപ്പം നമ്മുടെ റെഗുലർ ആപ്പിളിൻ്റെ ഒരു ടേസ്റ്റേ അല്ല. അപ്പം
ഞാൻ വിചാരിച്ചാൽ നമ്മുടെ ഫ്രിഡ്ജിൻ്റെ അകത്ത് ഇഷ്ടത്തിന് ആപ്പിൾ ഇരിപ്പുണ്ട്. അപ്പം വെറുതെ ഇനി ആപ്പിൾ പറിക്കണ്ട എന്ന് വെച്ച് പോയത്. അപ്പം നമ്മൾ ചുമ്മാ നമുക്ക് കയറിക്കഴിഞ്ഞാൽ പിക്ക് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റത്തില്ല, വേണമെങ്കിൽ ഒരെണ്ണം ടേസ്റ്റ് ചെയ്യാൻ എടുക്കാം. അപ്പോൾ ഞങ്ങൾ ടേസ്റ്റ് ചെയ്യാൻ ഒരെണ്ണം എടുത്തപ്പോഴത്തേക്കും പ്രത്യേക ഒരു ടേസ്റ്റ്, എന്തോ ഒരു ഗുവാവയെ പറയാൻ പറ്റത്തില്ല, അങ്ങനത്തെ ഒരു മിക്സ്ഡ് ഒരു ടേസ്റ്റ്. അപ്പം അത് ഗ്രീൻ ആപ്പിൾ സ്പീഷീസ് ആയിരുന്നു. കുറച്ചങ്ങോട്ട് മാറി കഴിയുമ്പോൾ റെഡ് ആവുന്നതും ഉണ്ടായിരുന്നു. അപ്പം നമ്മളത് $20 ഒരു ബാഗ് മേടിച്ചു. അപ്പം ഞാൻ വിചാരിച്ചു കുറച്ചും കൊണ്ടുപോയി ഒരു 2-3 എണ്ണം എടുത്തിട്ട്, അല്ലെങ്കിൽ ഒരു 2 എണ്ണം എടുത്തിട്ട് വല്ല അച്ചാറിട്ട് നോക്കാം എന്ന് വെച്ചു. അപ്പം നമ്മുടെ ഡിഗ്ഗിക്ക് അതെല്ലാം കയറ്റിയിട്ടുണ്ട് സാധനങ്ങളൊക്കെ. അപ്പോൾ ഇനി നേരെ വീട്ടിലോട്ട്. വേറെ വിശേഷങ്ങളൊന്നുമില്ല. അപ്പോൾ ഞാനിവിടെ വന്നപ്പോൾ നിങ്ങളെയും കൂടെ കാണിക്കാനായിട്ടൊരു വീഡിയോ എടുത്തതേ ഉള്ളൂ. ഇതിൻ്റെ പേര് ഓർഗാനിക് ഫാം എന്നാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബൈ.